الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة صدق الله مولانا العلي العظيم. നമ്മുടെ വേദിയുടെ ബഹുമാന്യനായ അധ്യക്ഷനും എൻ്റെ പ്രിയ സുഹൃത്തുമായ കാസിം ഫൈസി, നമ്മുടെ വേദിയിൽ ആസനസ്ഥനായ ബഹുമാന്യനായ സലീം അടക്കര, നമ്മുടെ ഔദ്യോഗിക വേദിയിലുള്ള ജമീഅത്തുൽ മുഅല്ലിമീന്റെ സാരഥികളായ അഭിനന്ദനായ മൊയ്തീൻ മുസ്ലിയാർ, അഭിനന്ദനായ ഹുസൻകുട്ടി മൗലവി, ബഹുമാന്യനായ നമ്മുടെ വേദിയിലെ ഇബ്രാഹിം മുദൂർ സാഹിബ്, കെ എം ഷാഫി സാഹിബ്, അപ്രകാരം തന്നെ ജില്ലാ SKSFന്റെ സാരഥി അഭിനന്ദനായ റഫീഖ് അഹമ്മദ്, അഭിനന്ദനായ ഷഹീർ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മോത്സുകരായ ഭാരവാഹികൾ, വേദിയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. സമയത്തിന്റെ പരിമിതി ഓർത്തുകൊണ്ട് ആരെയും അഭിസംബോധന ചെയ്യാതെ നാം നേരിട്ട് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ വളരെയധികം ചിന്തിപ്പിക്കുമാറ് വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന മനുഷ്യജാതിയുടെ പ്രവർത്തനം ഈ വർഷവും വളരെ മനോഹരമാക്കാൻ സാധ്യമായതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവരും ഒക്കെ പടച്ച റബ്ബ് അർഹതപ്പെട്ട പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയെ സകല ആളുകളും പുകഴ്ത്തിക്കൊണ്ടാണ്, അഭിനന്ദനത്തോടു കൂടിയാണ് വരവേൽക്കുന്നത്. ഇപ്പോൾ തന്നെ പാലക്കാട് ജില്ലയിലെ റാലി കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളനത്തിലേക്ക് അവിടെ പ്രസംഗിച്ച ശേഷമാണ് കടന്നു വരുന്നത്. അവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാന്യനായ കേരളത്തിന്റെ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വെഞ്ഞളാവ് മൊഴിയലി തന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഇത്ര വലിയൊരു യുവജന സഞ്ചയത്തെ ഇവിടെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്ര നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന SKSF എന്ന പ്രസ്ഥാനത്തെ വെല്ലാൻ കേരളത്തിലൊരു ശക്തിയുമില്ല എന്ന് അദ്ദേഹം അവിടെ വെച്ച് ഉറക്കെ പറഞ്ഞു. ഞാനും ബഹുമാന്യനായ എന്റെ സുഹൃത്ത് സലീമും ആ പ്രസംഗത്തിന് സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ശക്തിയായി വളരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ സി ഹരിദാസ് XMP ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തിന്മക്കെതിരെ ഞാൻ നടത്തുന്നൊരു സമരം ഞാനെങ്ങാനും ജയിലിൽ പോയാൽ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. ഞാൻ മനസ്സിലാക്കുന്നു അത് നമ്മിലുള്ള വിശ്വാസമാണ്. ആളുകൾ നമ്മെ വിശ്വസിക്കുകയും കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്തുമ്പോൾ ജനങ്ങൾ തിരസ്കരിക്കുകയും ജനങ്ങൾ അകറ്റുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയവർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ അള്ളാഹുവിനെ സ്തുതിക്കുകയും കർമ്മമണ്ഡലത്തിൽ ഒന്നുകൂടി പ്രോത്സാഹനരാകാൻ ശ്രമിക്കുകയും വേണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിവിടെ ജാലിയോടനുബന്ധിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് വിശുദ്ധ റബീഇന്റെ പവിത്രത മാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബാകുന്ന നമ്മുടെ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റുവാൻ, അഥവാ റബീഇന്റെ വസന്തത്തിന്റെ ഭാഗമായി നമ്മൾ ഇതിനൊരു മദഹുർ റസൂൽ ഹബ്ബുർ റസൂൽ വേദിയാക്കുവാനാണ് ശ്രമിച്ചത്. അതും വലിയ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ്. ഇത്തരമൊരു പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഗുണം, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈമാൻ ഒന്നുകൂടി ബലപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. അല്ലാഹുവിന്റെ ദൂതൻ സദസ്സം ചെയ്തു പറഞ്ഞു, ഇന്നൽ ഈമാന യഖ്ലുഖു ഫീ ഖുലൂബികും കമാ യഖ്ലുഖു ഥറൂ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ദ്രവിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിലുള്ള ഈമാൻ ദ്രവിച്ചു പോകുന്ന ഒരു കാലമുണ്ടാകും. നമ്മൾ വലിയ വിശ്വാസികളും മുസ്ലിമീങ്ങളും ഒക്കെയാണെന്ന് അവകാശപ്പെടുമ്പോഴും കാലിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സുകൾക്ക് ക്ഷതമേൽപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ചോർച്ച സംഭവിക്കുകയും മങ്ങലേറ്റ വിശ്വാസത്തിന്റെ ആളുകളായി ധാരാളം കാലം നമ്മൾ ധരിച്ച വസ്ത്രങ്ങൾ പിന്നീട് ദ്രവിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ കൽബിൽ നിന്ന് ഈമാൻ ദ്രവിച്ചു പോവുകയും ചെയ്യും എന്ന് തന്റെ പ്രിയപ്പെട്ട സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതിന്റെ പ്രതിവിധിയും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫസലുല്ലാഹ അയ്യുജദ്ദിദുൽ ഈമാന ഫീ ഖുലൂബികും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മനസ്സിലുള്ള ഈമാനിനെ പുതുക്കി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പടച്ച റബ്ബിനോട് ചോദിക്കണമെന്നാണ് ഹദീസ്. ഇത്ര നല്ല ഒരു മജ്ലിസ്, പ്രവാചക സ്മരണ പുതുക്കുന്ന മജ്ലിസ്,
ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, സ്വാലിഹീങ്ങൾ ഒരുമിക്കുന്ന മജ്ലിസ്, അത് മനുഷ്യന്റെ മനസ്സിലെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന, പുതുക്കുന്ന മജ്ലിസാണ്. അതാണ് നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ പാഠം. അതുകൊണ്ടാണ് വിശുദ്ധ റബീഉ വരുമ്പോൾ ഒരു വസന്തം പോലെ ജനങ്ങൾ അതിനെ വരവേറ്റുകൊണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി ബോർഡുകൾ എഴുതുകയും നോട്ടീസ് ഇറക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വളരെ വലിയ ഒരു ചർച്ചാ വിഷയമാക്കി ഇതിനെ മാറ്റിക്കൊണ്ട്, പണ്ട് കാലത്ത് ഈ പ്രവർത്തനമുണ്ടോ? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടോ? ആരാണ് ഇതുണ്ടാക്കിയത്? വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്നതല്ലേ ഇത്തരം ആഘോഷങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ പുതിയ പുതിയ സംശയത്തിന്റെ നാമ്പുകൾ ജനിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളുമുണ്ട്. ഞാൻ അവരെ വേദനിപ്പിക്കുവാനോ ആക്ഷേപിക്കുവാനോ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മൾ തന്നെ അതേക്കുറിച്ച് ഒന്നുകൂടി തെറ്റിപ്പെടാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ആമുഖത്തിൽ ശ്രദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പകർന്നു തന്ന ഒരു ആശയമുണ്ടല്ലോ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആശയം. ആ ആശയത്തിന്റെ അടിത്തറ തന്നെ മാനിക്കേണ്ടവരെ മാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്യുക എന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി തങ്ങൾ ഇത്തരം മദ്ഹ് ഗാനങ്ങൾ ആലപിക്കുന്ന ആളുകളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമല്ലേ പ്രവാചകന്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തെ വരവേറ്റുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ നബി തങ്ങൾ മദീനത്ത് വരുമ്പോൾ തൊള അൽ ബദ്ർ ചൊല്ലുകൊണ്ട് സ്വീകരിച്ച ഒരു സ്വഹാബത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ദഫ്മുട്ടി നബി തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഗാനാലാപനം നടത്തിയ ആളുകളോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകർ അത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായതായി ചരിത്രത്തിൽ എവിടെയുമില്ലല്ലോ. നബി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പലരും കവിത എഴുതുമ്പോൾ അവർക്ക് മറുപടി പറയുവാൻ വേണ്ടി നബി തങ്ങൾ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചക കവി. ഷാഇറെ റസൂൽ എന്ന് ചരിത്രം പറഞ്ഞ, ഷാഇറുർ റസൂൽ എന്ന് അറബി ചരിത്രകാരന്മാർ ഉദ്ധരിച്ച അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഷാഇർ, പ്രവാചക കാവ്യം സമൂഹത്തിന് സമർപ്പണം ചെയ്ത മഹാൻ. നമ്മുടെ പ്രവാചകർ പരിശുദ്ധ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നബി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം മനോഹരമായി പാടിയ ചരിത്രമില്ലേ? ആ മഹാനുഭാവനാകുന്ന കവി നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം, ഓരോ ദിവസവും ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പേരിനൊപ്പം നബി തങ്ങളുടെ പേര് ചേർത്തി പറയുന്നു, അഷ്ഹദു എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ അതിന്റെ കൂടെ അള്ളാഹുവിന്റെ പേരിന്റെ ശേഷം നബിയെ താങ്കളുടെ പേര് ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്. നബിയോടൊക്കെ മദഹ് പറയാ, ശക്കാലഹു മിൻ അംരിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു. നബി തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉടനെ നിർത്തിവെക്കണമെന്ന് പറയണ്ടേ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖയുണ്ടോ? നബി തങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിച്ചതിന് തെളിവുകൾ ഉണ്ട്. ആ മഹാനായ കവിയുടെ കൈ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പള്ളിയിൽ മിഹ്റാബിന്റെ സമീപത്തിൽ ഇരിപ്പിടം ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കാൻ പറയുകയും ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി, പടച്ചവനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നീ ഇദ്ദേഹത്തെ പരിപോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ചരിത്രം പറയും. അപ്പോൾ നബി തങ്ങൾ ചെയ്ത ഈ പ്രവർത്തനം മദ്ഹിനെ പ്രോത്സാഹിപ്പിക്കലോ നിരുത്സാഹപ്പെടുത്തലോ? നബി തങ്ങളുടെ കാലത്ത് മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ പാടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതല്ലേ? അള്ളാഹുവിന്റെ തിരുദൂതർ ഇസ്ലാമിക സമൂഹത്തിന് ദ്രോഹമുണ്ടാക്കിയ ചില ആളുകൾക്കെതിരെ വിശുദ്ധമായ മക്ക ഫതഹാകുന്ന ദിനത്തിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പോലീസുകാർ പിടികിട്ടാപ്പുള്ളിയിറക്കി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും പോലെ ഇന്നവരെ പിടികിട്ടിയാൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖരുടെ തലപ്പത്തുണ്ടായിരുന്ന ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, പിന്നെ ഉണ്ടായിരുന്ന കഅബ് ബിൻ സുഹൈർ, അവരൊക്കെ ഒളിച്ചോടിപ്പോയി പേടിച്ചു. പക്ഷെ അവരാഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ഭയപ്പെട്ടതുപോലെ അല്ല മക്കത്ത് നടന്നത്. വിശുദ്ധ മക്കയിൽ നടന്നത് അള്ളാഹുവിന്റെ ദീനിനോട് എതിര് ചെയ്ത ആളുകൾക്കൊക്കെ നബി തങ്ങൾ അവസരം കിട്ടിയപ്പോൾ ശിക്ഷയല്ല കൊടുത്തത്, മാപ്പാ കൊടുത്തത്. ഇത് ദൂരെ നിൽക്കുന്നവരെ ചിന്തിപ്പിച്ചു. അവരിൽ പലരും തിരിച്ചു വന്നു. വഴശിക്ക് മാപ്പ് കൊടുത്തു, ഹിന്ദുന് മാപ്പ് കൊടുത്തു. ഈ വിവരം കേട്ടുകൊണ്ട് ബഹുമാന്യനായ കഅബ് എന്ന് പറയുന്ന ഈ കവി തന്റെ പ്രിയപ്പെട്ട സഹോദരനെ നബി തങ്ങളുടെ ധന്യമായ സദസ്സിലേക്ക് അയച്ചു. ഇത്രമേൽ ക്രൂരമായ പാട്ട് എനിക്ക് മാപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അന്വേഷണാത്മകമായി അയച്ച ഈ ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ എന്റെ സഹോദരന് മാപ്പ് കൊടുക്കുമോ? മാപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഈ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരന് ഈ കാര്യം അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പോയി. കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ വിവരം ധരിപ്പിച്ചു കൊടുത്തപ്പോഴോ നല്ല മനോഹരമായ ഒരു കവിത എഴുതിയുണ്ടാക്കി നബി സദസ്സിലേക്ക് കടന്നു വന്നു. മദീനത്തെ പള്ളിയിൽ നബി സദസ്സിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് മനോഹരമായി പാടി. ആ പാട്ടിൽ അദ്ദേഹം പറഞ്ഞു, നബി തങ്ങൾ വല്ലാതെ മാപ്പ് നൽകുന്നവനാണ്. നബി തങ്ങളെ പുകഴ്ത്തിയതിന്റെ പാരമ്പര്യത്തിൽ പറഞ്ഞു, അന്ന റസൂലല്ലാഹി അവദനി വൽഅത്ഫു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. ഈ ഗാനം ഒന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധ ഹബീബ് എന്താ ചെയ്തത്? നിർത്തിവെക്കാൻ പറഞ്ഞോ? ഇങ്ങനത്തെ മദ്ഹ് പാട്ട് പാടരുത് എന്ന് പരിശുദ്ധ തിരുദൂതർ പറഞ്ഞോ?
പറയുന്നതിന് പകരം വിശുദ്ധ പ്രവാചകർ ചെയ്ത പ്രവർത്തനം എന്താ? തന്റെ തോളത്ത് കിടക്കുന്ന ഒരു പുതുപ്പെടുത്തുകൊണ്ട് ഷാൾ അണിയിച്ചുകൊണ്ട് അംഗീകാരം ചാർത്തി എന്ന് ചരിത്രം പറയുന്നു. മദ്ഹ് പാടാമോ? മദ്ഹ് പാടാമോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ സമൂഹത്തിൽ പിറകെ ഒരു ചർച്ച കൊണ്ടുവന്നു. നബിതങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് മദ്ഹ് ഗാനം ആലപിക്കുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല കുഴപ്പം. അതിൽ നബിതങ്ങളോട് നേരിട്ട് സഹായാർത്ഥന നടത്തുന്ന ഒരു വചനമുണ്ട്. നബിതങ്ങളോട് നേരിട്ട് ചോദിക്കുന്ന ചില വാക്കുകളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് നമ്മൾ നേരിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ശഫാഅത്ത് ചോദിക്കും, സഹായം ചോദിക്കും. അത് സ്വാഭാവികമല്ലേ? ഉലൂഹിയത്ത് കൽപ്പിക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ സഹായം ചോദിച്ചാൽ എന്താണ് അതിന് കുഴപ്പമുള്ളത്? അവിടെ എവിടെയാണ് പാളിച്ചയുള്ളത്? ഉലൂഹിയത്ത് കൽപ്പിച്ചുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. നബിതങ്ങളോട് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ശഫാഅത്ത് ചോദിച്ചിട്ടില്ലേ? സഹായം ചോദിച്ചിട്ടില്ലേ? നബിതങ്ങളോട് നേരെ വന്നുകൊണ്ട് അസ്അലുക്കൽ മുറാഫഖത ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് സ്ഥാനം വേണമെന്ന് ചോദിച്ച സഹായിയോട് എന്താ പറഞ്ഞത്? പണിയായിയോട് അഴിന്നീ ബിസുജൂദ്, നീ സുജൂദ് നിസ്കരിച്ചോ, ഞാൻ സഹായിക്കാം നിന്നെ, നീ എന്നെയും സഹായിക്കും, നമുക്ക് നോക്കാമെന്നാ പറഞ്ഞത്. സവാദ് ഇബ്നു കാലിബ് എന്ന് പറയുന്ന വലിയ വിവരമൊന്നുമില്ലാത്തൊരു ഗ്രാമവാസി വന്നുകൊണ്ട് നബി തങ്ങളെ മുഖത്ത് നോക്കി ഇതേപോലെ മനോഹരമായ ഒരു ആഗ്രഹ പ്രകടനം നടത്തിയത് ചരിത്രത്തിലുണ്ടല്ലോ. അയാൾ ആദ്യം രണ്ടുപേരും നബി തങ്ങളെ നന്നായി പുകഴ്ത്തി, പിന്നെ തന്റെ ആഗ്രഹം പറഞ്ഞു. നബി തങ്ങളോട് അയാൾ ആദ്യമായി നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറഹു വഅന്നക മഅ്മൂറുൻ ലഅകുൽ ഗായിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ അക്രമീനിൽ ത്വായിബി. ആ രണ്ട് വരിയിലൂടെ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പിന്നെ പറഞ്ഞ വാചകം, ഫകുല്ലി ശഫീഅൻ യൗമ ലഅഹു ശഫാഅതി സിവാക ബിമുഅ്നിൻ അൻ സവാദി ബിനി ഖാരിബി. ഫകുല്ലി ശഫീഅൻ, എനിക്കങ്ങ് ശഫാഅത്ത് ചെയ്യണേ. യൗമ ലഅഹു ശഫാഅത്തിൻ, ഒരു ശഫാഅത്തും കിട്ടാത്ത കാലത്ത്, ഒരു ശഫാഅത്തും ഇല്ലാത്ത സമയത്ത്, ഒരു ശഫാഅത്തും കിട്ടാതെ മഅ്ശറ അവൻ സഭയിൽ നിൽക്കുമ്പോ ഫകുല്ലി ശഫീഅൻ, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണേ. ഇത് പറഞ്ഞ സവാദ് ഇബ്നു കാലിബിനോട് നബി തങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചരിത്രത്തിന്റെ രേഖ വല്ലതുണ്ടോ? അതേ വാചകം തന്നെയല്ലേ നമ്മൾ മൗലൂദ് ഓതുന്നത്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഗ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഇത് രണ്ടും നമ്മൾ എന്താ വ്യത്യാസം? നബി തങ്ങളോട് അന്ന് നേരിട്ട് സവാത്ത് ചോദിച്ച ആള് നമ്മൾ ഇന്ന് ഗ്രന്ഥങ്ങളിൽ പഠിച്ചതനുസരിച്ച് മഖ്ദൂം പറഞ്ഞ പാട്ട് പാടുന്നത്. ഇത് രണ്ടും നമ്മൾ എവിടെയാ വൈജാത്യം ഉണ്ടാകുന്നത്? സവാത്ത് ചോദിച്ചു എന്നാണോ കുറ്റം? എന്നാൽ ആദ്യം മുശ്രിക്കായി കാഫിറായി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒന്നാം സ്ഥാനത്ത് ലോക പ്രശസ്ത ബുദ്ധിജീവിയും ചിന്തകനും പണ്ഡിതനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹി അലൈഹി തങ്ങളുണ്ടാവും. നഊദുബില്ല. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ റൗദന്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞിട്ട് പാടിയ പാട്ടുണ്ട്. അത്ര വലിയ തവസ്സുള്ള ബെയ്ത്ത് വേറെ ഏതാ ചരിത്രത്തിലുള്ളത്? ഇമാം ബൂസരി തങ്ങളുടെ പുറത്തേൽ പോലും അത്ര ഗൗരവത്തിൽ പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ റൗദന്റെ അടുത്ത് വന്നിട്ട് പാടുകയാണ്, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു റിദാക വഹ്തബി ബിഹിമാക. ആദം നബി തങ്ങൾ മുതൽ കീഴ്പ്പെട്ടുള്ള നബിമാരൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനെ തവസ്സുലാക്കിയ അനുഭവം ആ ബെയ്ത്ത് പറഞ്ഞിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് പറഞ്ഞ് വിശദീകരിക്കാൻ ഇത്ര മനോഹരമായ കവിത. ഇമാം അബൂ ഹനീഫ തങ്ങൾ ആരാ? ലോകത്ത് ഇത്ര വലിയ ബുദ്ധിജീവി ജീനിയസ് ചരിത്രത്തിൽ ആരാണ്ടായിട്ടുള്ളത്? ഇമാം അബൂ ഹനീഫ തങ്ങൾ നബി തങ്ങൾ റൗദൻ നമ്പർ വന്നിട്ട് നേരിട്ട് ശഫാഅത്ത് ചോദിക്കാം. ആ ശഫാഅത്ത് ചോദിച്ച ഇമാം അബൂ ഹനീഫ തങ്ങൾ പോയത് എങ്ങോട്ടാണ്? അങ്ങോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ്. എന്താ കുഴപ്പമുള്ളത്? അത്രയല്ലേ നമുക്ക് കയ്യിലുള്ളൂ. ആ അബൂ ഹനീഫ തങ്ങളെ പോയ വഴിക്കല്ലേ നമ്മൾ പോകണം. ഇമാം ഷാഫി തങ്ങളെ പോലും പറഞ്ഞത്, എനിക്ക് വിഷമുണ്ടാകുമ്പോ ഞാൻ അബൂ ഹനീഫ തങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്ന് ദുആ ചെയ്യുന്ന ആ വഴിയല്ലേ നമുക്ക് വേണ്ടത്? ആ വഴിയെ സമത്ത പറഞ്ഞുള്ളൂ, വേറൊന്നും സമത്ത പറഞ്ഞിട്ടില്ല. വേറെ ജനസമൂഹത്തിൽ പുതിയ ചിന്താഗതികളൊന്നും സമത്ത പറഞ്ഞിട്ടില്ല. പറയുള്ളൂ, സമത്വത്തെ പറഞ്ഞിട്ടുള്ളൂ. നബിതങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാലിക പ്രവർത്തനങ്ങളുമായി ഇത് ബന്ധപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ കാലിക വിഷയങ്ങൾ എടുത്തു നോക്ക് നിങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ മനുഷ്യകാലിക സംഘടിപ്പിക്കുന്ന വർഗീയതക്കും വിഭാഗീയതക്കും എതിരെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ജനസമൂഹത്തോട് പറഞ്ഞത് ഈ വർഗീയതയും വിഭാഗീയതയും വിഭാടനം ചെയ്യണമെന്ന. നബിതങ്ങളുടെ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്, ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ കാണണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് എങ്ങനെ? നബിതങ്ങളുടെ അധ്യാപനം എന്താ? ഇമ്മ അഹും ഫിദ്ദീൻ ഔ നദീറു ഖൽഖ്. അതാ നമ്മുടെ ബേസ്, അതാണ് അടിസ്ഥാനം. അതാണ് ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ലല്ലോ.
ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നാൽ അവൻ ഇമ്മാ അഖുൻ ഫിദ്ദീൻ, ഒന്നുകിൽ മതത്തിൽ നമ്മുടെ സഹോദരൻ, മുസ്ലിം സഹോദരൻ അഖ്, അതല്ലെങ്കിലോ അവ നദീറു ഖൽഖ്, അല്ലെങ്കിൽ സമസൃഷ്ടി. ഇപ്പൊ ഹരിദാസാരോട് വന്നു, ദീനിൽ നമ്മുടെ ആളല്ല, പക്ഷെ നദീറു ഖൽഖ് സമസൃഷ്ടിയാണ്. ഒരു സൃഷ്ടി എന്ന രീതിയിൽ അദ്ദേഹം നമ്മളും പടച്ചറബിന്റെ മുമ്പിൽ ഒന്നുപോലെയാണ്. അവരും നമ്മളും പടച്ചറബിന്റെ സൃഷ്ടികളാണ് എന്ന ഒരു ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ് മനുഷ്യരൊക്കെ എന്ന ചിന്ത. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. ഹദീസാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പടച്ചറബിന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിലേക്ക് ഈ ജനതയിൽ വെച്ച് ഏറ്റവും നല്ലവനാരാ? അൻഫഉഹും ലിഇയാലിഹി, അള്ളാഹുവിന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ ഉപകാര പ്രവർത്തനം നടത്തുന്നവൻ. അപ്പൊ ഹിന്ദുവിന് ഉപകാരം ചെയ്താലും ക്രിസ്ത്യാനിക്ക് ഉപകാരം ചെയ്താലും ആർക്ക് ഉപകാരം ചെയ്താലും ആ വ്യക്തിയെ പടച്ചറബ് ഇഷ്ടപ്പെടും. ജാതി നോക്കേണ്ട, ഉപകാരം ചെയ്യാൻ മനുഷ്യത്വ പ്രകടനം എല്ലാവരോടും കാണിക്കണമെന്ന് ഷഫീഉൽ വറ മുത്ത മുഹമ്മദ് മുസ്തഫ. ഈ അധ്യാപനം കാലികമാണോ അല്ലയോ ചരിത്രം പറയട്ടെ, അല്ലെങ്കിൽ വർത്തമാനം എഴുതട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കടന്നു വരേണ്ട ഒരു ചിന്ത അതല്ലേ, മനുഷ്യരൊക്കെ സമസൃഷ്ടികളാണ്. കർണാടകയിൽ ഇപ്പോഴുമുള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുക. നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിയപ്പുറത്ത് കിടന്ന ഉടുപ്പിയിൽ അവർണർക്ക് വേറെ ഊട്ടുപോരാ, സവർണർക്ക് വേറെ ഊട്ടുപോരാ. സവർണർ ഭക്ഷണം കഴിച്ച് ഇലകൾ പുറത്തിട്ടാൽ ആ ഇലയിൽ കിടന്നുകൊണ്ട് അവർണർ ഒരു ശയന പ്രദക്ഷിണം നടത്തണം, എച്ചിലൂടെ ശയന പ്രദക്ഷിണം. ഇതിനെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് എതിർത്തു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അയാൾക്കെതിരെ കേസെടുത്തു കർണാടക ഗവൺമെന്റ്. സത്യത്തിൽ ഈ പ്രവർത്തനം എന്താണ്? അയിത്തം എന്നാണ് അതിന്റെ മലയാള പേര്. നമുക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഐറ്റം തെറ്റാണെന്നാണ്. ഒരു 8-10 വർഷം മുമ്പ് നമ്മുടെ കത്തയക്കാൻ ഇല്ലന്റ് വാങ്ങിയാൽ അതിന്റെ പുറത്ത് ഗാന്ധിജിയുടെ ചിത്രവും അതിന്റെ മുകളിലും താഴെയും 2 എഴുത്തുണ്ടാവും. അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. ഇല്ലന്റിന് പുറത്തുണ്ടാവും അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. അൺടച്ചബിലിറ്റി അഥവാ അയിത്വം ദൈവത്തിനും മനുഷ്യനും എതിരെയുള്ള ഏറ്റവും വലിയ തെറ്റാണ്. അതിന്റെ നേരെ താഴെ രാഷ്ട്രഭാഷ ഉണ്ടാവും അസ്പൃശ്യത ഈശ്വർ ഔർ മാനവ് കെ പ്രതി അപരാധേ. രണ്ടും തന്നെയാണ്. ഇത്രയൊക്കെ മനോഹരമായി നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞ ഐത്തം ഇന്നും നമ്മുടെ നാട്ടിൽ ഉച്ചാരണം ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ വെളിപ്പാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാറുമറച്ചതിന് പെണ്ണിന്റെ മാറിന്റെ ഘനം കണക്കാക്കി നികുതി അളന്നു വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാറ് മറച്ചതിന് നികുതി കൊടുക്കേണ്ട രാജ്യമായിരുന്നത്. ഇവിടുത്തെ ആളുകൾ പറയട്ടെ, എന്തിനാ ഈ നാട്ടിലെ നിവർത്തന പ്രക്ഷോഭമൊക്കെ ഉണ്ടായത്? ഈ സമൂഹത്തിന്റെ ഈ പതിതാവസ്ഥക്ക് മാറ്റം വരുത്തുവാനാ. ആ നാട്ടിലേക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വന്നുകൊണ്ട് മനുഷ്യരൊക്കെ ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടു. ആ ഉൾക്കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിനെ വളർത്തിക്കൊണ്ട് വന്നത്. തീവ്രതയല്ല, ഭീകരതയല്ല. നമ്മൾ മുസ്ലിം സമൂഹം അതിശക്തമായ സമര പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാരെ തുരത്തിയപ്പോ, ആയുധമെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തപ്പോ, നമ്മൾ ഇത്ര വലിയ വീരശൂര പരാക്രമികളാണെങ്കിൽ ഇസ്ലാമിനെ കൊണ്ടുവന്നതും വാളുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു. സാഹിബന്മാര്, റാണ്ട് മില്ലർ സാഹിബ് വന്നു, അദ്ദേഹം പുസ്തകം എഴുതി. സ്റ്റീഫൻ ഫെഡറിക് ഡെയിൽ വന്നു, അദ്ദേഹം ഗ്രന്ഥം എഴുതി. ഈ രാജ്യത്ത് കടന്നു വന്ന ചിന്തകന്മാരും ബുദ്ധിജീവികളും ഒക്കെ നമ്മളെക്കുറിച്ച് പഠിച്ചിട്ട് അവസാനം എന്താ പറഞ്ഞത്? മില്ലർ സാഹിബ് പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്. ഇസ്ലാം ഇവിടെ കടന്നു വന്ന ശേഷമുള്ള 8 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം സമൂഹത്തിന്റെ വളർച്ച, the first 8 centuries of the Mapula growth in Kerala, following the establishment of Islam, കേരളത്തിൽ ഇസ്ലാം സ്ഥാപിതമായതിന്റെ ശേഷമുള്ള 8 നൂറ്റാണ്ട് കാലത്തെ മാപ്പിള ഗ്രോത്ത്, മാപ്പിളമാരുടെ വളർച്ച, were marked by a calm forward movement. calm forward movement എന്ന് പറഞ്ഞത് ഒരു വളരെ സമാധാനപരമായ മുന്നേറ്റമായിരുന്നു കേരളത്തിൽ നടന്നത്. അദ്ദേഹം ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്ത്, വിത്തൗട്ട് അഡോപ്റ്റിംഗ് എനി ജിങ്കോയിസ്റ്റിക് മെത്തേഡ്. ഒരു മനുഷ്യനും വെറുപ്പിക്കുന്ന ഏർപ്പാട് സ്വീകരിക്കാത്ത മനോഹരമായ കടന്നുവരമാണ് ഇസ്ലാമിലൂടെ കടന്നു വന്നത് എന്ന് മില്ലർ സാഹിബ് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പോഴും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ബ്രിട്ടീഷുകാരൻ എഴുതിയത് വായിച്ചു നോക്കിയാൽ പറ്റും. ആര് പറഞ്ഞു ഇസ്ലാം തീവ്രമായിട്ടാണ് വളർന്നതെന്ന്? ആര് പറഞ്ഞു ഇസ്ലാം ഭീകരമായിട്ടാണ് വന്നതെന്ന്? നമ്മുടെ പ്രവാചകർ പറഞ്ഞു, ലൈസ മിന്നാ മൻ ദഅ ഇലാ സബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യാപനം കാലികമാണോ അല്ലയോ ചിന്തിക്കൂ നിങ്ങൾ. 114 മുമ്പ് പറഞ്ഞ ഈ വാചകം ഇന്ന് പ്രസക്തമല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു പെൺകുട്ടി പിച്ച് ചീന്തി എറിയപ്പെട്ടു. നമ്മളൊക്കെ ചർച്ച ചെയ്തു. രാജ്യം തലകുനിച്ചു, മാനം കെട്ടു എന്നൊക്കെ പത്രപ്രവർത്തകർ എഴുതി.
നമ്മുടെ രാജ്യത്തിന്റെ മാനം പോയി എന്ന് രാജ്യാന്തര ചർച്ചയുണ്ടായി. ഇന്റർനാഷണൽ ചർച്ച, നാഷണൽ അല്ല, ഇന്റർനാഷണൽ. നമ്മളതിന്റെ മറുവശം ഒന്നും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ നേരെ ഒരു മറുവശം, ആ പെൺകുട്ടി മാനഭംഗപ്പെടുത്തപ്പെട്ട പ്രവർത്തനം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയതല്ല. 6 ചെറുപ്പക്കാർ ചെയ്ത പ്രവർത്തനം മനുഷ്യത്വപരമല്ല. പക്ഷെ അതിന്റെ ഒരു മറ്റൊരു വശം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പെൺകുട്ടി മാനഭംഗപ്പെടുത്തപ്പെടുന്നത് രാത്രി 9 മണിക്കു ശേഷമാണ്. അതുവരെ അവൾ എവിടെയായിരുന്നു? സിനിമാ തിയേറ്ററിലായിരുന്നു. ആരുടെ കൂടെയാണ് അവൾ പോയത്? ഒരു കേവലം ബോയ് ഫ്രണ്ടിന്റെ കൂടെ. ആരാന്റെ കൂടെ? ഡൽഹിയിൽ ആ പെൺകുട്ടി ഫിസിയോതെറാപ്പി എന്ന പാരാമെഡിക്കൽ സയൻസിൽ പഠിക്കുന്ന കുട്ടി ഏതോ ചെറുപ്പക്കാരന്റെ കൂടെ സ്നേഹം നടിച്ചുകൊണ്ട് സിനിമക്ക് പോകുന്നു രാത്രിയിൽ. ഇസ്ലാമിക കുടുംബത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ചിന്തിച്ചു നോക്കൂ, ആ പെണ്ണ് ചെയ്തത് ശരിയുണ്ടോ? എന്നെ സ്നേഹിക്കുന്നേ, ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു പെണ്ണുക്ക് അങ്ങനെ ഇറങ്ങി നടന്നുകൂടാ. അവൾക്ക് പോകാം, പ്രവർത്തിക്കാം, അതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്, അതിന് നിബന്ധനകളുണ്ട്. പോകരുതെന്നല്ല. രാത്രി ഈ പെൺകുട്ടി ആരാന്റെ കൂടെ ഇറങ്ങിപ്പോയതും അങ്ങനെ ഒരു കല്ല് കുടിച്ച് കൂത്താടുന്ന ആളുകളും സഞ്ചരിക്കുന്ന ഒരു ബസ്സിൽ കയറിയതും ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിർത്താൻ കഴിയുന്ന ഏർപ്പാടാ? ഇവിടെ പെൺകുട്ടികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പഠിക്കണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, സൻആ മുതൽ ഹദറമൗത്ത് വരെ, സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് ആരെയും പേടിക്കാതെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരും എന്ന് ഇസ്ലാമിന്റെ സമൂഹത്തോട് പറഞ്ഞില്ലേ? ആരോടാ പറഞ്ഞത്? ഇസ്ലാമിക സമൂഹത്തിന്റെ ജാജ്വല്യമാനമായ ചരിത്രം പഠിക്കണം. കൈബാലയത്തിന്റെ സമീപത്ത് വെച്ച് ശത്രുക്കൾ അടിച്ച് ബോധം കെടുത്തിയിട്ടൊരു മനുഷ്യനോട്, ആ ബോധം കെടുത്തിയിട്ട മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലഖദ് കാന മൻ ഖബലക്കും, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ആളുണ്ടായിരുന്നു ഹബ്ബാബേ, നീ കരയരുത്. ആ മനുഷ്യന്മാർ ഇസ്ലാം മതം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ഫയൂഫറു ലഹു, അവന് വേണ്ടി ഒരു കുഴി കുടിക്കും, കുഴിയിലിറക്കി നിർത്തും. എന്നിട്ട് ആ കുഴി മണ്ണിട്ട് മൂടി തല മാത്രം പുറത്ത് ഫയൂദു അലാ റഅസി, അവന്റെ തലയിൽ വാള് കൊന്നു വന്നു വെക്കും. ഫയുജഅലു നിസ്ഫൈൻ, എന്റെ പൊടിയാക്കും. അല്ലെങ്കിൽ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നു യുംശതു ബി അംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ വാരും. മാദൂന ലഹ്മിഹി വഅദമിഹി, എല്ല് മാംസം ഇങ്ങനെ കീച്ചളി, ജീവനോടെ മാന്ത, എല്ല് കീഴ്ച മാംസം അടിക്കുക. ആലോചിക്കണം, അറുത്തിട്ട മൃഗത്തെ ചെയ്യുന്ന പോലെ പ്രവർത്തനം. മാ യസുദ്ദുഹു ദാലിക അൻ ദീനില്ലാഹ്. ഇതുകൊണ്ടൊന്നും ജനങ്ങൾ ഇസ്ലാം എന്ന് മാറിപ്പോയിട്ടില്ല ഹബ്ബാ, നീ മനസ്സിലാക്കിക്കോ. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു പെണ്ണിന് ചെന്നായല്ലാതെ പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അവിടെ ഒരു മനുഷ്യ ചെന്നായ്ക്കളും ഉണ്ടാകില്ലെന്ന് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു. എന്തേ കാരണം? ഒരു പെണ്ണിനെ ഒന്ന് കണ്ണെടുത്ത് നോക്കാൻ പോലും ഭയപ്പെട്ട സ്വഹാബത്തിന്റെ കാലഘട്ടം പഠിച്ചില്ലേ നമ്മൾ? ആ നാൾ സൻആ മുതൽ ഹദറമൗത്ത് എന്ന് പറയുമ്പോൾ കാശ്മീർ ടു കന്യാകുമാരി എന്ന് മനസ്സിലാക്കിക്കോ. എന്തേ അത്തരം ഒരു നല്ല സ്ഥിതിവിശേഷം ഇസ്ലാം ലോകത്ത് കാഴ്ചവെച്ചു? കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, പടച്ചറബിനെ പേടിച്ചിട്ട് നാളെ ശിക്ഷ കിട്ടുമെന്ന മനുഷ്യന്റെ ഭയം. സന്ദർഭത്തിന്റെ അപചയം കൊണ്ട് വ്യഭിചാരത്തിലേക്ക് ചാടി വീണവർ പോലും തൊഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന മായിസ് മാലിക്കിന്റെ ചരിത്രമില്ലേ? എന്താണ് അതിന്റെ കാരണം? പടച്ചറബിനെ പേടി, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു തലമുറയെ ശ്രദ്ധിച്ചെടുത്തു പരിശുദ്ധ ദീൻ. അതാണ് നബി തങ്ങളുടെ വിജയം. ആ നാട്ടിൽ അത്തരമൊരു അക്രമ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു പെണ്ണിന്റെ മാനവും കവർന്നിട്ടില്ലല്ലോ. സ്റ്റാൻലി ലൈൻ കൊണ്ടൊരു വാചകമുണ്ട്, മക്ക ഫതഹാകുന്ന സമയത്ത് പോലും അയാൾ എഴുതിയൊരു വാക്കുണ്ട്, നോ ഹൗസ് വാസ് റോബ്ഡ്, നോ വിമൻ ഇൻസൾട്ടഡ്. ഒരു പെണ്ണിന്റെ മാനവും കവരാതൊരു വീടും കൊള്ള ചെയ്യാതൊരു സമൂഹം ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന സംഭവം ചരിത്രത്തിൽ പ്രധാനമാണ്. അത് മാറ്റിപ്പായിക്കപ്പെട്ട മണ്ണിലേക്ക് അക്രമം കാണിക്കാതെ കടന്നു വന്നൊരു സമൂഹം. അതാണ് ഇസ്ലാമിന്റെ സവിശേഷതയായി സ്റ്റാൻലി ലൈൻ പോൾ എഴുതിയത്. ഒരു പെണ്ണിന്റെ മാനവും കവരുന്ന സ്ഥിതിവിശേഷം ഒന്നുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ലോകത്തെ നാട്ടങ്ങളൊക്കെ ചെയ്ത ക്രൂര പ്രവർത്തനങ്ങളുടെ ചരിത്രം നമ്മുടെ നാട്ടിൽ 921 ബ്രിട്ടീഷുകാർ നിരങ്ങിയ അവസ്ഥ നമുക്കറിയില്ലേ? ആണുങ്ങളെ നാടുകടത്തി പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തി കൊന്നു കുഴിച്ചുകൂടിയ കഥകൾ നമ്മളറിയേണ്ട ചരിത്രം. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു സംഭവത്തിന് സ്ഥാനമില്ലല്ലോ. അവിടെ പെണ്ണ് നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം. പെണ്ണിനോട് ഇസ്ലാം അതിന്റെ നിയമം പഠിപ്പിച്ചു കൊടുത്തു. ആണിനോട് പറഞ്ഞു, നീ അമിതമായി ഒരു പെൺകുട്ടിയുടെ ശബ്ദം പോലും കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞു കൊടുത്തു. ധാർമ്മികത അതിർവരമ്പുണ്ടാക്കി. പെണ്ണിനോട് പറഞ്ഞു, നീ നല്ല കുടുംബിനിയാണെങ്കിൽ നീ ഒരു അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണാണെങ്കിൽ പഠിച്ചോനെ പെണ്ണെങ്കിൽ നിന്റെ കൗലിൽ, നിന്റെ വാക്കിൽ ഒരു തരത്തിലും നീ മയം കാണിക്കണ്ട. ഒരു പെണ്ണ് വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കറിയാം, കുടുംബിനിയാണ് അവൾ, കുടുംബത്തിന്റെ നായികയാണ്. ആ വീട്ടിന്റെ മുറ്റത്ത് പലരും വരും, പാൽക്കാരൻ വരും, പത്രക്കാരൻ വരും, സെൻസസ് എടുക്കാൻ ആൾ വരും, അന്വേഷകർ പലരും വരും. ആ സമയത്ത് ഈ പെണ്ണിന്റെ സംസാരം അവൾക്ക് ഓട്ടോ വിളിക്കേണ്ടി വരും, കാറ് വിളിക്കേണ്ടി വരും, ആളുകളെ സഹായത്തിന് വിളിക്കേണ്ടി വരും. നീ ആവശ്യമില്ലാത്ത മറ്റെന്തെങ്കിലും നിന്റെ വാക്കിൽ നിന്ന് വരാൻ പാടില്ല. ചോദിച്ച ചോദ്യത്തിന് കൃത്യം മറുപടി. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിന്റെ വാക്കിൽ ഒരു വഴിവഴുപ്പ് വരണ്ട. നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്ന് കൂടുതൽ ചോദിക്കും, അതിനൊരു മറുപടി കൊടുത്ത് പിന്നെ ബന്ധം കൂടി, മൊബൈലിലെ വിളി കൂടി, അങ്ങനെ അവസാനം ചാടിപ്പോക്കിന്റെ ഘട്ടത്തിലെത്തി കുടുംബ തകർച്ച വരുന്നത് എന്തുകൊണ്ടാ? നിന്റെ സംസാരത്തിൽ ചെറിയ വീക്ക്നെസ് വന്നാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്,
മനസ്സിൽ ലോകമുള്ളവർ നിന്നെ കൊതിക്കും, കൊതിച്ചിട്ട് പിന്നെ കൂടുതൽ വിളിക്കും, അപ്പൊ നീ അടുക്കും, അതുകൊണ്ട് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് വഖുൽന ഖൗലൻ മഅറൂഫാ, വഖുൽന ഖൗലൻ മഅറൂഫാ, ചേണായിട്ട് വർത്താനം പറഞ്ഞാൽ മതി എന്നതിന്റെ അർത്ഥം. മര്യാദക്ക് വർത്താനം പറയാം, ചോദിച്ചാൽ കൃത്യ മറുപടി, പിന്നൊന്നും ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഒരു പെണ്ണ് ചെയ്യേണ്ട മനോഹരമായ പ്രവർത്തനം അതാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ. ആ പെണ്ണിന്റെ വാക്കിൽ വഴുവഴുപ്പുണ്ടായാൽ കീറിപ്പിടിക്കും. പിന്നെ ആ ഒരു വാക്കിലൂടെ പിന്നെ അവളെ അവൻ മനസ്സിൽ രോഗമുള്ളവൻ, ഞരമ്പ് രോഗമുള്ളവൻ അവളെ കൊതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണ് എങ്ങനെ കുടുംബിനിയാകണം എന്ന് പഠിപ്പിച്ചു. ഒരു പുരുഷൻ വഴിയെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളൊരു പെണ്ണിനെ കണ്ടു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിച്ചത്. എങ്ങനെ സ്ത്രീപീഡനം ഉണ്ടാവുക? വൈകാരിക തലത്തിലേക്ക് മനസ്സ് പാഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവൻ റോഡിൽ ഒരു പെണ്ണിനെ കണ്ടാൽ, ആ പെണ്ണിനെ നീ കണ്ടപ്പോ നിന്റെ മനസ്സിൽ അവനെ പതിഞ്ഞു പോയാൽ, ഒരു നല്ല ചെറുപ്പക്കാരിയെ നീ കണ്ടു, ആ ചെറുപ്പക്കാരി നിന്റെ മനസ്സിൽ പതിഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു ഫഅ്തിഅഹ്ലഹു, നീ നിന്റെ കുടുംബത്തിലേക്ക് പോ, നിനക്കുണ്ടാവും വീട്ടിലൊരു ഭാര്യ. ഫഅ്തിഅഹ്ലഹ, നിന്റെ കുടുംബിനിയുടെ സമീപത്ത് നീ പോകോ. അത് രണ്ടും വിധവും വാദിനും ഒരേ ചരക്ക. വലഹ മിത്ലുല്ലദീ അലൈഹ, അവളെ കയ്യിലുള്ളതൊക്കെ അവളെ കയ്യിലുണ്ടാവും, പോയി നോക്ക്. എത്ര മനോഹരമാണ് ആ വാക്ക്. അവളെ കയ്യിലുള്ളതൊക്കെ അവളെടുത്തുണ്ടാവും. എന്തിനാ അവളെ പിന്നാലെ പോകുന്നത് എന്ന് പറഞ്ഞതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതൊരു മനോഹരമായ വാക്കാണ്. അതിൽ കളിയാക്കലുണ്ട്, തമാശയാക്കലുണ്ട്, കാര്യം പറച്ചിലുണ്ട്, ഒക്കെയുണ്ട്. എത്ര മനോഹരമായ അധ്യാപനം. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നീ എന്തിനാ ആരാന്റെ പെണ്ണിന്റെ കൂടെ പോകണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ മനോഹരമായി പഠിപ്പിച്ച ഈ തത്വശാസ്ത്രത്തിലേക്ക് വന്നുകൂടെ നമുക്ക്? അപ്പൊ പിന്നെ സ്ത്രീപീഡനം ഉണ്ടാകുമോ? ഈ സ്ത്രീപീഡനങ്ങളുടെ ചരിത്രത്തിലൊക്കെ നിങ്ങൾ നോക്കൂ. ഏതെങ്കിലും ഒരു പെണ്ണിന് പങ്ക് വേറുണ്ടാവും. പല പെൺവാണിക കേസുകളിലും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരെ പെണ്ണുങ്ങൾ തന്നെ. ഒരേ വർഗം തന്നെ ഒരേ വർഗത്തെ ചതിക്കുന്ന പണക്കൊതിയുടെ പ്രവർത്തനം അതെന്താ? അത് പലപ്പോഴും മനുഷ്യൻ പണത്തിന് വേണ്ടി, ജീവിത സൗകര്യത്തിന് വേണ്ടി ചെയ്ത തമ്മാടിത്തങ്ങളാണ്. ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ ആളുകൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാ? പണം മോഹിച്ചുകൊണ്ട്. അവ പണം മോഹിക്കുക, അതിനുവേണ്ടിയാണ് അഴിമതി ഉണ്ടാകുന്നത്. അപ്പോഴാണ് അരാജകത്വം ഉണ്ടാകുന്നത്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ ചർച്ച അഴിമതി, അരാജകത്വം എന്നിവയാണെങ്കിൽ ആ വഴിക്ക് ഒരു നേരം പോലും ചിന്തിക്കാൻ അവസരം കൊടുക്കാത്ത ഭരണമല്ലേ വിശുദ്ധ ദീൻ നയിച്ചത്? നബി തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നാലെ വട്ടം കൂടി നബിയുടെ ഉത്തമ സുഹൃത്ത്, നബിയുടെ ഉത്തമ ശിഷ്യനാണെന്ന് മനസ്സിലാക്കി ഒരു പെൺകുട്ടി കളവ് കേസിൽപ്പെട്ടപ്പോൾ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നബി തങ്ങളോട് ശഫാഅത്ത് ചെയ്യാൻ പറഞ്ഞില്ല ഉസാമയോട്. ഉസാമയോട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഉസാമ നബിയുടെ ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. ഉസാമത്ത് ബിൻ സൈദ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. നബി തങ്ങൾക്ക് അത്ര ഇഷ്ടം. ആ കുട്ടിയോടാണ് നബി തങ്ങൾ പറഞ്ഞത്. അവനെ തന്നെ പറഞ്ഞയച്ചു. ഇവനാണ് ചോദിക്കാൻ നല്ലത്. ചോദിക്കാൻ വന്നവരോട് എന്താ പറഞ്ഞത്? അള്ളാന്റെ നിയമം നടപ്പാക്കുന്ന വിഷയത്തിൽ എന്നോട് ശുപാർശക്ക് വന്നതാ നീ? എന്നാൽ നീ ഒരു കാര്യം പഠിച്ചല്ലോ, അന്ന ഫാത്തിമത്ത ബിൻത മുഹമ്മദിന്റെ സരിക്കത്ത് ലഖതഅതു യദഹാ. എന്റെ മോളുണ്ട് എന്റെ ഫാത്തിമ, എന്റെ ഫാത്തിമ ബിദാത്തും മിന്നി, എന്റെ കരളിന്റെ കഷ്ടമെന്ന് ഞാൻ പറഞ്ഞ ഫാത്തിമ, അവള് കട്ടാലും ഞാൻ അവളെ കൈമുറിക്കുമെന്ന് ഷഫീഖുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇതാണ് നടപ്പാക്കിയുള്ള ലോകത്തെ ചരിത്രം. ഇതാണ് നടപ്പാക്കിയുള്ള ലോകത്ത്. ഫാത്തിമാന്റെ കൈ മുറിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഈ ചിന്താഗതി നടപ്പാക്കി. ഒരു മനോഹരമായ ഉദാഹരണം നോക്ക് നിങ്ങൾ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഖലീഫയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഖലീഫയായി നിൽക്കുന്ന സമയത്ത് പൊതുജനാവിലേക്ക് ധാരാളം യുദ്ധമുതലുകൾ ശേഖരിക്കപ്പെട്ടു. യുദ്ധമുതൽ ശേഖരിച്ചു വന്നു. അത് ഉപയോഗപ്പെടുത്തും പിന്നെ രാഷ്ട്രത്തിന്റെ പൊതുജനാവിൽ വെച്ച് അതിന് ഒരു സാധനമുണ്ട്, നല്ല മനോഹരമായ രത്നഖചിതമായ ഒരു മാല. ഈ പൊതുജനാവിലേക്ക് കൊണ്ടുവന്നിട്ട് പൊതുജനാവിലേക്ക് വെക്കുമ്പോൾ ഈ സംഗതി കുട്ടികളാവുമ്പോൾ നോക്കിക്കൊല്ലോ. ഉമർ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോള് സൈനബ ബിൻത് അലി, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോള് സൈനബ ബിൻത് അലി കണ്ടിട്ടുണ്ട്. അലി തങ്ങൾക്ക് ഒരു മോളുണ്ടായിരുന്നു, സൈനബ് തന്നെയാണ് പേര്. ആ മോളത് കണ്ടിട്ടുണ്ട്. ഈ മോള് ഈ മനോഹരമായ മാല കണ്ടുവച്ചിട്ടുണ്ട്. ഈ മാല കണ്ടുവെച്ച് ഒരു പെരുന്നാൾ വന്നപ്പോ, ഒന്നാം പെരുന്നാള്, രണ്ടാം പെരുന്നാള്, മൂന്നാം പെരുന്നാൾ, വലിയ പെരുന്നാളാണ്. ആ വലിയ പെരുന്നാളിന്റെ അന്ന് ഈ പെൺകുട്ടി ഈ ഖജനാവിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ, അതിന്റെ കാവൽക്കാരനായ ഇബ്നു അബീ റാഫി എന്ന സഹാബിയുടെ അടുത്ത് ചെന്നിട്ട് ഇബ്നു അബീ റാഫിയോട് ചെന്നിട്ട്, അബൂ റാഫി, നമ്മുടെ ഖജനാവിൽ ഇന്നാലിന്റെ ഒരു മാല ഉണ്ടല്ലോ, അതൊരു 3 ദിവസത്തേക്ക്, ഇന്നത്തെ കഴിഞ്ഞ 3 ദിവസത്തേക്ക് എനിക്ക് അണിയാൻ തരാം. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നോളാം. പെണ്ണിന് ഓർമ്മ ഉണ്ട് ഇങ്ങനെ ഒരു മാല വന്നത്. അപ്പൊ നമ്മുടെ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ പെണ്ണുങ്ങൾക്ക് ആർക്കാണെങ്കിലും ശരി, ടൗണിലൂടെ എവിടെയും പോകുമ്പോ ഏതെങ്കിലും ജ്വല്ലറി കയറുകയോ കാണുകയോ ചെയ്താൽ ഇന്ന ജ്വല്ലറിയിൽ ഇന്ന മാല കണ്ടുവച്ചാൽ മരിക്കോളം അവർക്ക് ഓർമ്മ ഉണ്ടാവും, ഇന്ന ജ്വല്ലറിയിൽ ഇന്ന സ്ഥലത്തൊരു മാല ഉണ്ട്. അത്ര ബുദ്ധിയാവും. കാരണം അവരാ സ്വർണത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു സാധനം ഖജനാവിലുണ്ട് എന്ന് കുട്ടിക്കറിയാം. കുട്ടി ചെന്നിട്ട് ഇബ്നു അബീ റാഫിയോട് പറഞ്ഞു, അബീ റാഫി അതൊന്ന് തന്നൂടെ 3 ദിവസം. ഒരു നിരുപദ്രവകരമായ ചോദ്യമല്ലേ. അദ്ദേഹം അത് ഖജനാവ് നിർത്തി കുട്ടിക്ക് കെട്ടിക്കൊടുത്തു.
പെൺകുട്ടി അത് കെട്ടിയിട്ട് കൂട്ടുകാരികളടി നിങ്ങൾ ഞെളിഞ്ഞ് നടക്കുക. സ്വാഭാവികമായിട്ടും നമ്മളെ പെണ്ണുകൊണ്ടുള്ള കാര്യം തന്നെ. കല്യാണത്തിന് വായ്പ വാങ്ങിയ പണ്ടം കൊണ്ടാണ് കെട്ടിയ പിന്നെ അവനെന്റെ നല്ലവർക്കൊന്ന് ഞെളി, അത് ഉറപ്പാ, സ്വാഭാവിക. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പല പെണ്ണുകൾ അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ പെണ്ണുകളില്ലാത്ത ധൈര്യമായിട്ട് പറയണോ? അപ്പൊ അതുകൊണ്ട് വളരെ മനോഹരമായി ആളുകൾക്കിടയിൽ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്ന സമയത്ത് ബാപ്പ കണ്ടു. ഫലമ്മാ മുതസ്സയ്യന തുംബിഹി, അതും കെട്ടിക്കൊണ്ട് പെണ്ണിങ്ങനെ ഞെളിഞ്ഞു നടക്കുമ്പോ അബൂഹ, ബാപ്പ കണ്ടു. ബാപ്പ കണ്ടപ്പോ ബാപ്പ മോളെ വിളിച്ച് സൈനബ് എനിക്ക് കൊടുത്തത് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ഖജനാവിൽ ഇബ്നു അബി റാഫിനോട് സമ്മതം ചോദിച്ചിട്ട് വാങ്ങിയതാണ്. 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും, യാതൊരു പോർലും ഏൽക്കൂല. കുട്ടി ഈസി ആയിട്ട് പറഞ്ഞു, ഇനിയൊന്നും പറയാനില്ലല്ലോ. ഉടനെ ഇബ്നു അബി റാഫിനെ ഹാജരാക്കി. ഇബ്നു അബി റാഫിനെ മുഖത്ത് നോക്കി ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ചോദിച്ചു, മനില്ലദീ അമറക ബിഹാദാ, ആരാ നിനക്ക് അത് കൊടുക്കാൻ കൽപ്പന തന്നത്? ആരാ നിനക്ക് അത് കൊടുക്കാൻ കൽപ്പന തന്നത്? അയാൾ വളരെ മനോഹരമായിട്ട് ഒറ്റ മറുപടിയാണ് കൊടുത്തത്, ഇന്നഹാ ഇബ്നതുക യാ അമീറൽ മുഅ്മിനീൻ, അത് നിങ്ങളുടെ മോളല്ലേ. ഈ ചരിത്രം ഉദ്ധരിച്ച സ്ഥലത്ത് ചില ചരിത്രകാരന്മാർ ചരിത്ര ഗ്രന്ഥത്തിൽ ഹെഡിങ് കൊടുത്തത് ഇന്നഹാ ഇബ്നതുക, അത് നിങ്ങളെ മോളല്ലേ. വെറുതെ പറയാണ്, അത് നിങ്ങളെ മോളല്ലേ. ആ മറുപടി ഇങ്ങനെ പറഞ്ഞപ്പോ ഖലീഫയുടെ മുഖം ചുവന്നുകൊണ്ട് തുടുത്തു. ചുവന്നുകൊണ്ട് തുടുത്തിട്ട് ദേഷ്യം പിടിച്ച് പറച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ഈ ജനങ്ങൾക്കിടയിൽ ഞാനും എന്റെ മകളും ആരാണ്? എന്താ ഞങ്ങൾക്ക് വലിയ പ്രത്യേകത? ഞാനും എന്റെ മകളും ഈ രാജ്യത്തെ 2 ആളുകളെന്ന് മാത്രമല്ലേ ഉള്ളൂ. ജനങ്ങളെ പൊതുമുതലല്ലേ അത്. ആ പൊതുമുതൽ എന്റെ മകൾക്കിട്ട് കെട്ടിക്കൊടുക്കാൻ ആരാണ് പറഞ്ഞത്? എന്നിട്ടൊരൊറ്റ ചോദ്യം, വർറപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു, ഹൽ തഹ്മിലു വിസ്രി ഇബ്നതി യൗമൽ ഖിയാമ, ഹൽ തഹ്മിലു അന്നി വിസ്രി ഇബ്നതി യൗമൽ ഖിയാമ, എന്റെ പെണ്ണ് എന്റെ കുറ്റം നാളെ ചുമക്കുമോ? ലാ യാ അമീറൽ മുഅ്മിനീൻ, അതുണ്ടാവില്ല. എന്നാൽ ഫർദുഹു ഇലൽ ബൈത്തുൽ മാൽ, ഇപ്പൊ തന്നെ മാല വാങ്ങി ബൈത്തുൽ മാലിൽ വെച്ചോ, ഇപ്പൊ തന്നെ മാല വാങ്ങി ബൈത്തുൽ മാലിൽ വെച്ചോ. എന്നിട്ടൊരു ശാസനം കൊടുത്തൊരു ഉഗ്രശാസനം, ഒരൊറ്റ ഓർഡർ, ഇയ്യാക അൻ തഊദ ബിമിത്ലിഹാ, ഇതുപോലത്തെ പണി നീ ജീവിതത്തിൽ ആവർത്തിച്ചാൽ ഫതനാലുക ഉഖൂബതി, അപ്പന്റെ ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ബോധം ഉണ്ടാവും, ഇപ്പൊ ഞാൻ നിന്നെ ശിക്ഷിക്കില്ല, വെറുതെ വിടാം. സ്വന്തം മകൾ നിരുപദ്രവകരമായൊരു മാല ഖജനാവിൽ നിന്നെടുത്ത് കിട്ടി 3 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴും അതിന്റെ പേരിൽ തന്റെ മകളെ ആ സഹായം ചെയ്തതിനെ ഭരണാധികാരി തന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനെ ശാസിച്ചുകൊണ്ട് നിമിഷാർദ്ധം കൊണ്ട് വാങ്ങി തിരിച്ചു വെപ്പിച്ച സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടെങ്കിൽ ഈ സംഭവം അഴിമതിയില്ലാത്തൊരു ഭരണത്തിന്റെ പ്രതീകമാണ്. ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് പഠിപ്പിച്ച നാട്ടിൽ ഭരണം നടത്തുമ്പോൾ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ പന്തല് കെട്ടി സമരം ചെയ്യേണ്ടി വരില്ല. അപ്പൊ പിന്നെ അണ്ണാ ഹസാരെ വേണ്ട, ഓംബുഡ്സ്മാനും വേണ്ട, ലോക്പാൽ ബില്ലും വേണ്ട, പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി മാത്രം കൽബിന്റെ ഉള്ളിൽ മതി. അങ്ങനെയാണ് ഒരു സാമ്രാജ്യത്തെ ഇസ്ലാം കെട്ടിപ്പടുത്തത്. അങ്ങനെയാണ് ഇസ്ലാം കെട്ടിപ്പടുത്തത്. അതാണ് നബിത്തങ്ങളെ കുറിച്ച് പറഞ്ഞത്. നബിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഓഫ് ദി ചർച്ച്, ഹി വാസ് സീസർ ആൻഡ് പോപ്പ് ഇൻ വൺ. നബിത്തങ്ങളുടെ പ്രത്യേകത ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഒരു രാജ്യത്തിന്റെ തലവൻ, ഹെഡ് ഓഫ് ദി ചർച്ച്, ഒരു ഭൗതിക സാമ്രാജ്യത്തെ പോലെ തന്നെ ആത്മീയ സാമ്രാജ്യത്തിന്റെ തലവൻ, ചർച്ചിന്റെ തലവൻ. ഹി വാസ് സീസർ ആൻഡ് പോപ്പ് ഇൻ വൺ. ഒരു ഭാഗത്ത് സീസറും ഒരു ഭാഗത്ത് പോപ്പും, രണ്ടും ഒന്ന, ഭരണാധികാരിയും പോപ്പും, ആത്മീയ നേതാവും അതുപോലെ തന്നെ ഒരു ഭരണചക്രം കറക്കുന്ന ഭരണാധികാരിയും. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് നബിത്തങ്ങളെ കുറിച്ച് മനോഹരമായിട്ട് എഴുതി വെച്ചില്ലേ? നബിത്തങ്ങളെ കുറിച്ച് വിത്തൗട്ട് എ പാലസ് ഒരു കൊട്ടാരമില്ലാത്ത പ്രവാചകൻ, വിത്തൗട്ട് എ ബോഡി ഗാർഡ് ഒരു ബോഡി ഗാർഡ് ഇല്ലാത്ത പ്രവാചകൻ. നോക്കൂ നിങ്ങൾ, വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ഫിക്സഡ് റവന്യൂ, ഒരു കൃത്യമായ റവന്യൂ വരുമാനമോ കൃത്യമായ ഒരു ആർമിയോ ഇല്ലാത്ത ഒരു ഭരണാധികാരി. എന്നിട്ട് അയാൾ ചോദിച്ച ബോസ്വത്ത് ചോദിച്ചൊരു ചോദ്യന്റെ മനോഹരമായിട്ടൊരു ചോദ്യം. അയാൾ ചോദിച്ച ചോദ്യം, ഈ ലോകത്ത് എവിടെയെങ്കിലും ഇഫ് എവർ എനി മാൻ, ഏതെങ്കിലും ഒരു മനുഷ്യന് എപ്പോഴെങ്കിലും ഹാഡ് ടു സേ, പറയാൻ പറ്റുമോ, ഹി ഹാഡ് റൂൾഡ് ബൈ ദ റൈറ്റ് ഡിവൈൻ, ശരിയായ ഒരു ദൈവിക സാമ്രാജ്യം കെട്ടിപ്പടുത്തുവെന്ന് ലോകത്ത് ആർക്കെങ്കിലും പറയാമെങ്കിൽ ദാറ്റ് ഈസ് മുഹമ്മദ്. അത് മുഹമ്മദ് നബി മാത്രമാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു അമുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? അത് നബിത്തങ്ങളുടെ ആ സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ വ്യക്തിത്വം ലോകത്തിന് ഇന്നും പഠന വിധേയമാക്കാൻ പറ്റിയ വ്യക്തിത്വമാണ്. അവിടെ നിന്നാണ് നമ്മൾ ലോകത്തിന്റെ ചലന നിശ്ചലനങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്. ആ മാതൃകയാണ് ലോകത്തിന് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഓർക്കണം നിങ്ങൾ, ഇന്നത്തെ ഏത് പ്രശ്നത്തിനും പരിഹാരം അതല്ലേ. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ, അത് ജാതീയതയാകട്ടെ, വർഗീയതയാകട്ടെ, സ്വജനപക്ഷപാതമാകട്ടെ, അഴിമതിയാകട്ടെ, തീവ്രതയെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക. തീവ്രതയെക്കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഗൗരവത്തിന് പറഞ്ഞല്ലോ. ഹലക്കൽ മുദ്രൂൻ എന്ന് പ്രവാചകർ പറയാൻ കാരണം, ഒരു കാരണവശാലും നിങ്ങൾ തീവ്രതയ്ക്ക് വേണ്ടി നിലകൊള്ളരുത്, അവൻ നശിച്ചു പോകുമെന്നല്ലേ അതിന്റെ അർത്ഥം. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലൂ എന്ന് പറഞ്ഞ അർത്ഥം.
ആരോടെങ്കിലും നിങ്ങൾക്ക് വിദ്വേഷമുണ്ടെന്ന് കരുതി അനീതി ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ട്, അതിനെവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ചിട്ട് എന്താ കാര്യം? ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമുക്ക് അധികാരം കിട്ടണമെന്ന് കരുതി ബസ് സ്റ്റോപ്പിൽ ബോംബ് പൊട്ടിച്ചിട്ട് എന്താ കാര്യം? നിരപരാധികൾ മരിച്ചിട്ട് ആ നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് എന്താ പ്രയോജനമുള്ളത്? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു സംഗതിയിൽ തീവ്രത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാക്കും. ഇന്ന റിഫ്ക, മാർദ്ദവമുള്ള സംഗതി എന്തുണ്ടോ അത് ഏത് സംഗതിക്കും മൃദുലത കൊടുക്കും, ഭംഗി കൊടുക്കും. ആ ഭംഗിയാണ് നമ്മൾ സമൂഹത്തിൽ ആഗ്രഹിക്കേണ്ടതെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു. ഈ കാരുണ്യ പ്രവർത്തനം ഇസ്ലാം ലോകത്തെ പ്രോത്സാഹിപ്പിച്ചു. ഒരു കൊച്ചു ജീവിയോട് പോലും, ഒരു ചെറിയ ജീവിയോട് പോലും ഈ കരുണ കാണിക്കണമെന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞു. ഒരു ഉദാഹരണം നോക്ക് നിങ്ങൾ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഭരണഭാരം ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഭരണഭാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഉത്തരവുകൾ പുറത്തു വരുന്നു. നീതിമാനായ ഭരണാധികാരിയുടെ ഉത്തരവുകൾ പുറത്തു വരുമ്പോൾ അതിൽപ്പെട്ട ഒരു ഒരു ഗവൺമെന്റ് ഓർഡർ എന്താ? അദ്ദേഹത്തിന്റെ നാടിന്റെ ഭരണത്തിന്റെ ഒരു പ്രാന്തപ്രദേശമായ ഈജിപ്തിന്റെ ഗ്രാമമേഖലയിൽ ഒട്ടകങ്ങളുടെ പുറത്ത് 1000 റാത്തലിൽ കൂടുതൽ ഭാരം വെക്കുന്നു എന്ന ഒരു സന്ദേശം അദ്ദേഹത്തിന് കിട്ടി. ആ സന്ദേശം വെച്ചുകൊണ്ട് അവിടെയുള്ള ഭരണാധികാരിക്ക് അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തയച്ചു. തന്റെ ഭരണാധികാരിക്ക് അദ്ദേഹം കൊടുത്തയക്കുന്ന കുറിപ്പിൽ എന്താ പറഞ്ഞത്? ആ മഹാനുഭാവൻ ആ കുറിപ്പിൽ പറഞ്ഞെന്താ? ഫൈദാ ബലഗ കിതാബി ഹാദാ, എന്റെ ഈ എഴുത്ത് നിന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതിന് മുമ്പ് ഒരു ആമുഖം അദ്ദേഹം പറഞ്ഞു. ഞാനിങ്ങനെ കേൾക്കുന്നു, ബലഅനി അന്നഹു യുഹ്മലു അലൽ ബഈരി അൽഫുരിതൽ, ഒട്ടകത്തിന്റെ പുറത്ത് 1000 റാത്തൽ ഭാരം വെച്ചുകൊണ്ട് നടക്കുന്നു എന്ന സന്ദേശം എന്റെ മുമ്പിലുണ്ട്. ഗവർണറായി ഇന്നയാൾ ഭരണം നടത്തുന്ന പ്രദേശത്തുള്ള ഗവർണർക്ക് കൊടുക്കുന്നു. അവിടെ ഒട്ടകത്തിന്റെ പുറത്ത് 1000 റാത്തൽ ഭാരം വെക്കുന്നു എന്ന വിവരം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്റെ ഈ കത്ത് നിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാണ്, ഓർഡറാണ്, ഗവൺമെന്റ് ഓർഡറാണ്, ജിയോ. എന്താണ് ആ ഗവൺമെന്റ് ഓർഡറിൽ പറയുന്നത്? എന്റെ ഈ കത്ത് നിന്റെ സമീപത്തെത്തിക്കഴിഞ്ഞാൽ ഫലാ അഅരിഫന്ന, ഞാൻ അറിഞ്ഞു പോകാൻ പാടില്ല, എന്റെ ചെവിയിൽ കേട്ടു പോകാൻ പാടില്ല. അന്നഹു യുഹ്മലു അലൽ ബഈരി അക്സറു മിൻ 600 റിത്ലിൻ, 600 റാത്തൽ ഭാരത്തെക്കാൾ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിപ്പോയി എന്ന വിവരം ഞാൻ കേട്ടാൽ നടപടി വരും. എടപ്പാളങ്ങാടിയിലൂടെ ജനാധിപത്യ മതേതര രാജ്യത്തെ പുരോഗതിപ്പെട്ട ജനങ്ങൾക്കിടയിലൂടെ ഒരു കാളവണ്ടിയിൽ 1000 കിലോ ഭാരം വെച്ചുകൊണ്ട് ഒരു വണ്ടിയിൽ ഒരു കാളയെ പീഡിപ്പിച്ചുകൊണ്ട് ഒരാൾ ചരക്ക് കൊണ്ടുപോയാൽ ആ വ്യക്തിയെ ശിക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തുണ്ട് കടലാസിന്റെ ബലമാണുള്ളത്? എന്ത് നിയമതത്വശാസ്ത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? പ്രകൃതിക്ക് വേണ്ടിയും ജീവികൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്ന മേനകാ ഗാന്ധിയും മേധാ പട്കറും അടക്കമുള്ള പ്രകൃതിവാദികളും ജീവസംരക്ഷകരുമുള്ള നാടല്ലേ ഇത്? ഒരു പുലിയെ പിടിച്ചാൽ പോലും കൊല്ലാൻ പാടില്ലെന്ന നിയമം തീർത്ത രാജ്യമല്ലേ? ഈ പീഡനങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് നിയമത്തിന്റെ കഷ്ടമാണുള്ളത്? എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മാർഗരേഖ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മാർഗരേഖയിൽ മനോഹരമായിട്ട് പറഞ്ഞതോ ഒറ്റ കാര്യം. അതെന്താ? 601 റാത്തൽ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിയാൽ നടപടി വരുന്ന പറഞ്ഞു. നടപടി വരും. ആ നടപടി വരുമെന്ന് പറഞ്ഞ ദീൻ, അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതെന്താ? വളരെ കൃത്യമായി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ ഓരോന്നിനും കണിശത വെച്ചു കൊടുക്കും. അതുപോലെ സത്യസന്ധത, ഒരു വിഷയത്തിലും നമ്മൾ സത്യസന്ധതയില്ലായ്മ കാണിക്കാൻ പാടില്ല. സത്യസന്ധത മാത്രമേ കാണിക്കാവൂ. പ്രത്യേകിച്ച് പ്രവാചകരെ കുറിച്ച് പറയുമ്പോൾ 100% സത്യസന്ധത മാത്രമേ കാണിക്കാൻ പാടില്ല. ഞാൻ ദീർഘിപ്പിച്ചില്ല. ഓണംപള്ളി മുഹമ്മദ് ബഷീർ നമ്മുടെ വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കാം. പിന്നെ പ്രസംഗിക്കാതെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, ഞാൻ ചുരുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം, നബിതങ്ങളെ കുറിച്ച് എന്ത് പറയുമ്പോൾ സത്യസന്ധമായിരിക്കണം. നബിതങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. ചരിത്രത്തിലില്ലേ, നബിതങ്ങൾ ഈത്തിക്കാഫിരിക്കുന്ന സമയത്ത് സഫിയ ബീവി നബിതങ്ങളുമായി വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തിരിച്ചു പോകുന്ന രംഗം ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിൽ സഫിയ ബീവി പോകുന്ന സമയത്ത് ശേഷം ഇരുട്ടായി. അപ്പൊ സഫിയ ബിയെ വീട്ടിൽ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പോയി. ഒരു പരത്തട്ട പെണ്ണിന്റെ കൂടെ നബിതങ്ങൾ ഇങ്ങനെ പോകാൻ 2 അൻസാരി യുവാക്കൾ എതിരെങ്ങനെ വരുന്നുണ്ട്. ഈ 2 അൻസാരി യുവാക്കൾ നബി ഒരു പരത്തട്ട പെണ്ണിന്റെ കൂടെ വരുന്നത് കണ്ടപ്പോ ഇവർ വേഗം മാറിപ്പോയപ്പോ നബിതങ്ങൾ വിളിച്ചവിടെ വരിയുന്നു. വിളിച്ചിട്ട് അവരോട് ഒറ്റ വാക്ക്, എന്താ വാക്ക്? ഇന്നഹ സഫിയ ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സഫിയാണ് കേട്ടോ എന്നാണ്. ഹുയൈന്റെ മകൾ സഫിയ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം നബിന്റെ ഭാര്യയാണ്. ഇവര് പറഞ്ഞു യാ റസൂലല്ലാഹ്, അവർക്ക് കാര്യം മനസ്സിലായി. ഏതോ ഒരു പറക്കട്ട പെണ്ണിന്റെ കൂടെ നബി നടക്കുക എന്ന് അവര് കരുതിയിട്ടുണ്ടാവുക പറഞ്ഞത്. അപ്പൊ നബിതങ്ങളോട് പറയും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുമോ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന ശൈത്താന യജ്രി അലൽ ഇൻസാനി മജ്റദ്ദമ, നമ്മുടെ രക്തധമനികളിലൂടെ പിശാച് നടക്കും. ഞാൻ ഭയപ്പെട്ടത് നിങ്ങളെ കൽബിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നു എന്നെ കുറിച്ച് ഞാൻ സംശയിച്ചു, അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കുക, സംശയമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. നബിത്തങ്ങളെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നബിത്തങ്ങളെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല.
സംശയരഹിതമായ കാര്യങ്ങളെ നബിതങ്ങൾ അനുവദിച്ചുള്ളൂ. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ചെയ്തതോ നബിതങ്ങളെ കുറിച്ച് വ്യാജം തന്നെ പ്രചരിപ്പിക്കുക, തനി വ്യാജം തന്നെ പ്രചരിപ്പിക്കുക. ഇപ്പോ നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആര് മുളച്ചപ്പോ അതൊരു തണലെന്ന് പറഞ്ഞ പോലെ മുടിയെക്കുറിച്ച് പറഞ്ഞപ്പോ പൊടിയെക്കുറിച്ചും കൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മുടി പോയി പൊടി, ഞാനതിൽ കലക്കിയിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അവിടുന്ന് വടിച്ചു കൂട്ടിയ പൊടിയൊക്കെ കൊണ്ടുവന്ന് ഈ വെള്ളത്തിൽ കിടക്കേണ്ടതാണ്. പണ്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു, മുടിയാവുമ്പോൾ തന്നെ കാണുമല്ലോ. പണ്ട് ഈ ഏതോ ഒരു അനിസ്മയിന്റെ പരസ്യം ഉണ്ടായിരുന്നു, കലക്കിയെടുക്കാൻ എളുപ്പം പൊടി പോലുമില്ല കണ്ടുപിടിക്കാമെന്നുള്ളവൻ. അതേ രീതിയിലാണ് ഇത്. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ തന്റെ കയ്യിലുള്ളതിനെ ന്യായീകരിക്കുന്ന പ്രവർത്തനല്ലേ. എന്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരാറുള്ള എന്താ, മുസൈലിമത്ത് ബിൻ കദ്ദാബ് പ്രവാചകനാണെന്ന് വാദിച്ചപ്പോൾ ഒരു സംഗതി ഉണ്ടായി. മുസൈലിമ പ്രവാചകനാണെന്ന് വാദിച്ചു. മുസൈലിമ പ്രവാചകനാണെന്ന് വാദിച്ചപ്പോ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെയുള്ള ആളുകളൊക്കെ അവന്റെ നാട്ടുകാരും ഗോത്രക്കാരൊക്കെ അവന്റെ കൂടെ വന്നു. പക്ഷെ വിവേകം നഷ്ടപ്പെട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഒരു കാരനോട് ചോദിച്ചു, താരീഖിലുണ്ട് ഒരു കാരനോട് ചോദിച്ചു, നമ്മളെ മുസൈലിമ നബിയാണ് അപ്പൊ നിങ്ങൾ കരുതാന്ന് ചോദിച്ചു. നമ്മളെ മുസൈലിമ ഓനെന്നെ ഇവനെ കുറിച്ചൊരു പുച്ഛ. അപ്പൊ നമ്മളെ മുസൈലിമ നബിയാണോ എന്നാ നിങ്ങൾ കരുതുന്നോ വെച്ചാൽ അപ്പൊ ഈ കാരനൊരു സത്യം തുടങ്ങും, മോനെ അന്ന മുസൈലിമത്തല കദ്ദാബുൽ അന്ന മുഹമ്മദിന്റെ സാദിഖുൻ, മുഹമ്മദ് നബി സത്യപ്രവാചകനാണെന്നും ഇപ്പം കള്ളനാന്നൊക്കെ നമുക്കറിയാം. ഇത് പറഞ്ഞപ്പോ ഈ കുട്ടി ചോദിച്ചു, പിന്നെന്തിനാ ഓൻ നബിയാണെന്ന് നമ്മൾ നടക്കുന്നത്? അതിന് മറുപടിയായി ഈ കാരനോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞ മറുപടി, വലാകിന്ന കദ്ദാബ റബീഅത അഹബ്ബു ഇലൈനാ മിൻ സാദിഖി മുദർർ. നമ്മുടെ ഗോത്രമായ മുദർർ ഗോത്രത്തിൽ, നമ്മുടെ ഗോത്രമായ ഈ ഗോത്രത്തിൽ, വലാകിന്ന കദ്ദാബ റബീഅത, റബീഅത്ത് ഗോത്രമാകുന്ന നമ്മുടെ ഗോത്രത്തിൽ ഒരു പ്രവാചകൻ, അവരെ ഗോത്രത്തിൽ ഒരു പ്രവാചകൻ, അത് സത്യപ്രവാചകനാണെങ്കിലും അത് അവരെ ഗോത്രത്തിലല്ലേ, നമ്മുടെ ഗോത്രത്തിൽ കള്ളനായിട്ടെങ്കിലും നബി ഉണ്ടാവണല്ലേ മോനെ നല്ലത്. അതിന് ചികിത്സല്ല. ആ വ്യാജാണെങ്കിൽ നമ്മുടെ കയ്യിൽ മുടി ഉണ്ടാകണമെന്ന് നല്ലത്. അത് പറഞ്ഞാലും മരുന്നില്ലല്ലോ ചരിത്രത്തിൽ, അതിന് മരുന്നില്ല. ഈ ലോകത്തിന് മരുന്നില്ല, നമ്മുടെ കയ്യിലുള്ളതല്ലേ. അതുകൊണ്ട് തൽക്കാലം ന്യായീകരിക്കാമെന്ന് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കൂല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യമാണ്, ദീൻ അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യമാണത്. ഈ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചരിത്രമല്ലേ ഇതുവഴി ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മളതിന്റെ സത്യങ്ങൾ ജനസമൂഹത്തോട് തുറന്നു പറഞ്ഞു. ആ സത്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നതിന് നമുക്കൊരു തടസ്സവുമില്ല. അല്ലാതെ ആരെങ്കിലും എതിർക്കാനോ വിദ്വേഷമുണ്ടാക്കാനോ അല്ല നമ്മളത് പറയുന്നത്. ഈ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമേണ്ട. കാരണം എന്താ? നമ്മൾ എന്താണെങ്കിലും ശരി സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സ്വാഗത പ്രസംഗം പോലെ അതാ പറഞ്ഞത്, കൈപ്പാണെങ്കിലും സത്യം വിളിച്ചു പറയണം. നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലേ. കാലിക സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വലിയ ധർമ്മം നമ്മുടെ കയ്യിലില്ലേ? ആ നബിതങ്ങളെ കുറിച്ച് ലോകത്തിന് കൊടുക്കേണ്ട സന്ദേശം നമ്മൾ തന്നെ കൊടുക്കണം. ലോകം മുഴുവൻ പരിശുദ്ധ ഹബീബിനെ പുകഴ്ത്താൻ എന്താ കാരണം? അവിടുത്തെ ദർശനത്തിന്റെ മഹത്വം. ആ ദർശനത്തിന്റെ മഹത്വം ലോകം കണ്ടപ്പോൾ അവർക്കത് എഴുതേണ്ടി വന്നു, പഠിക്കേണ്ടി വന്നു. നബിതങ്ങളുടെ അറഫാ പ്രസംഗത്തെക്കുറിച്ച് മലയാളികളാകുന്ന നമ്മൾക്കിടയിൽ അമുസ്ലിങ്ങളാകുന്ന കവികളെ പോലും മനോഹരമായിട്ട് എഴുതിയിട്ട് ജനങ്ങളെ ധരിപ്പിച്ചില്ലേ? നബിതങ്ങൾ അറഫയിൽ വെച്ച് പറഞ്ഞു, ലോകം മുഴുവൻ എന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രഖ്യാപനം, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാമക്കും ഹറാമുൻ അലൈക്കും കഹുർമതി ഉമിക്കും ഹാദാ കഹുർമതി ശഹരിക്കും ഹാദാ കഹുർമതി ബലദിക്കും ഹാദാ. ഈ പ്രസംഗത്തെ നമുക്ക് ശരിക്കും ഭാഷാന്തരപ്പെടുത്തി തന്ന മലയാളത്തിലെ കെ ജി രാഘവൻ നായർ, പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം, ഒറ്റപ്പാലത്ത്, ഒരു വയസ്സൻ. ഞാൻ അദ്ദേഹത്തെ ഒരു സെമിനാർ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഇത്ര പ്രായമായ മനുഷ്യൻ, അദ്ദേഹം മനോഹരമായിട്ട് പാടി. അദ്ദേഹം പറഞ്ഞെന്താ, ഈ അറഫ പ്രസംഗത്തെ കുറിച്ച് കേട്ട് പഠിച്ചിട്ട് അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി, ഈ മാസം ഈ ദിനം പുണ്യഭൂമി ഒക്കെയും നിങ്ങൾക്ക് ശ്രേഷ്ഠമല്ലോ എന്ന പോലെ അന്യന്റെ സ്വാഭിമാനം സമ്പത്ത് ജീവൻ ഇത്യാദിയെല്ലാം സംരക്ഷിച്ചിടുവാൻ നിങ്ങളെല്ലാം ബാധ്യസ്ഥരാണെന്നറിഞ്ഞിടേണം. അന്യമതത്തിന്റെ സന്ദേശമായിട്ട് പോലും അതിന്റെ സൗകുമാര്യത ഉൾക്കൊള്ളു. ഏതുപോലെ നമ്മുടെ നബിതങ്ങൾ അബിസീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് കൊടുത്ത നിർദ്ദേശം ചരിത്രത്തിൽ അൽബിദായരുടെ മനോഹരമായിട്ട് ആ പ്രസംഗം തന്നെ മുഴുവൻ. നബിതങ്ങൾ പറഞ്ഞു, ലോ ഖറജതും ഇലാ അർദിൽ ഹബശത്തി, നിങ്ങൾ എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്നുവെങ്കിൽ ഫഇന്ന ഫീഹാ മലിക്കൻ, അവിടെ ഒരു രാജാവുണ്ട്, ലാ യുളമു ഇൻദഹു അഹദുൻ, അയാളെ സമീപത്ത് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് അക്രമം നേരിടേണ്ടി വരില്ല. വഹിയ അർളു സിദ്ഖിൻ, അത് സത്യത്തിന്റെ നാടാകുന്നു. ആരാ അവിടെ ഭരിക്കുന്നത്? നജ്ജാഷി എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യൻ. ഒരു ക്രിസ്ത്യാനി ഭരിക്കുന്ന നാടിനെ കുറിച്ച് നബിതങ്ങൾ പറയുന്നു, അവിടെ സത്യസന്ധമായ ഭരണമാണ്. തന്റെ മതത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഭരണമായിട്ടും ആ ഭരണത്തിന്റെ നന്മ അംഗീകരിക്കാൻ നബിതങ്ങൾക്ക് കഴിഞ്ഞുണ്ടാ. കാരണം അതാണ് നബിതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സത്യവും ധർമ്മവും ആര് ചെയ്യുന്നുവോ അത് അംഗീകരിക്കും. നജ്ജാഷി പിന്നീട് മുസ്ലിമായി, അത് വേറെ കാര്യം. ആ നജ്ജാഷിയുടെ ഭരണം അയാൾ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത് വഹിയ അർളു സിദ്ഖിൻ, അത് സത്യത്തിന്റെ നാടാകുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞത് അപ്പോഴാണ്.
ആ വാചകത്തിന് വലിയ പ്രത്യേകതയല്ലേ? നിങ്ങൾ നോക്ക്. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഉദ്ധരിക്കുന്ന കാര്യം. നമ്മൾ ഈ സമൂഹത്തിൽ പറയുന്ന കാര്യം അതാണ്. ഈ സത്യം ഇസ്ലാം എപ്പോഴും ഉയർത്തിപ്പിടിക്കും. എവിടെ സത്യമുണ്ടെങ്കിലും അത് അംഗീകരിക്കും, അസത്യമുണ്ടെങ്കിൽ അത് എതിർക്കും. സത്യം ഉയർത്തിപ്പിടിക്കലാണ് നമ്മുടെ കടമ, ധർമ്മം ഉയർത്തിപ്പിടിക്കലാണ് നമ്മുടെ കടമ. ആ ധാർമ്മിക മുന്നേറ്റത്തിന്റെ മുന്നണി പോരാളികളാണ് നമ്മൾ. ആ ധർമ്മമാണ് ശരിക്കും നമ്മൾ നിർവഹിക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കുകയാണ്. കാരണം ഒരുപാട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളരെ നേരത്തെ വന്നവരാണ്, ഒരു പ്രസംഗം കൂടി ഇവിടെ നടക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് അവസാനമായി എനിക്ക് എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ആ അംഗീകാരം ഈ സമൂഹത്തിന് വാങ്ങിത്തന്നത് പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കടന്നുപോയ ഒരു സമൂഹത്തിന്റെ പ്രവർത്തന വിജയ നൈരന്തര്യമാണ്. ആ നൈരന്തര്യത്തിലേക്ക് നിങ്ങൾ ഒന്നുകൂടി ചുവട് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ച ദീനീ ദർശനം കലുഷിതമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിച്ചും പ്രവർത്തിച്ചും പറഞ്ഞും കൊടുത്തുകൊണ്ട് വിജ്ഞാന വിനയ വിപ്ലവത്തിന്റെ മനോഹരമായ സേവന തീരത്തെടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സാധിക്കണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.